Hello guys. Hello guys. അപ്പോൾ എനിക്ക് ഇന്ന് 37 വീക്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാന്നൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം. ഇതെല്ലാം തന്നെ പർച്ചേസ് ചെയ്ത് നമ്മൾ കുറേയൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ കുറേ എനിക്ക് പേജുകാർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കൂടെയാണ് കേട്ടോ ഇതെല്ലാം കൂടെ വരുന്നത്. അപ്പം നമുക്കിത് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്താലോ? അപ്പൊ എനിക്ക് ഇപ്പൊ 37 വീക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ എപ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അർജന്റായിട്ട് പോകണമെങ്കിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഒന്നാമത്തെ കാര്യം ഞാനും ഹസ്ബൻഡും മാത്രമുള്ള ആളുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കെല്ലാം എടുത്തു വെക്കാനൊക്കെ ഞാൻ തന്നെ എടുത്തു വെക്കണമല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എടുത്തു വെക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ബേബിയുടെ ഡ്രസ്സും അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെക്കാം. അപ്പം അതുപോലെ അതൊക്കെ ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ആണെങ്കിലും അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇതിങ്ങനെ എടുത്തിട്ട് മാറ്റാനും പറ്റും. അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ബേബിയുടെ പ്രൊഡക്ട്സ് വെക്കാവേ. നമ്മൾ ആദ്യം തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ പറയുമല്ലോ ഈ മുണ്ടൊക്കെ എടുത്ത് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം വാഷ് ചെയ്തൊക്കെ ഒരു മുണ്ട് വെച്ചിട്ടുണ്ട് ആവശ്യം വരുവാണെങ്കിൽ. പിന്നെ ബേബിയുടെ ഡ്രസ്സാണ് വരുന്നത്. ഡ്രസ്സ് അത്യാവശ്യം നല്ല കുഞ്ഞി കെട്ടുടുപ്പുകൾ ഉടുപ്പാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്. ഇതെല്ലാം മസ്ലിൻ പ്രോഡക്റ്റ് ആണ് വരുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് എടുത്ത് വെക്കാം. ഇതെല്ലാം മസ്ലിൻ പ്രോഡക്റ്റ് ആണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് മോനെ നിങ്ങൾക്ക് പതിയെ എടുക്കണം. അതാ സോഫ്റ്റ്. അതെ ഈ പ്രിൻ്റൊക്കെ നല്ല രസമാണ് കേട്ടോ. ഈ പ്രിൻ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ മേടിച്ചതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അപ്പം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ ഇതെല്ലാം. അപ്പം നല്ല പ്രിന്റ്. ഇത് കണ്ടോ, ഇത് അവോക്കാഡോയുടെ പ്രിന്റ് വരുന്നത്. അത്യാവശ്യം ഭയങ്കര സോഫ്റ്റ് ആണിത്. ഇത് കണ്ടോ, സ്ട്രോബെറി പ്രിന്റ് വരുന്ന ഒരു കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള ഇതാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ കുറച്ചെടുത്ത് വെക്കുന്നുണ്ട്. അത്യാവശ്യം വരുവാണെങ്കിൽ മാത്രം അല്ലേ. ഇത് ബേബിയുടെ നാപ്പിയാണ് കേട്ടോ. ഇത് മസ്ലിൻ പ്രൊഡക്റ്റ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇത് തനുവാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ തുടരുതെന്ന് പറഞ്ഞ ദേഷ്യത്തിന് ഇങ്ങനെ മാറിയിരിക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പം അത്യാവശ്യം നല്ല നമുക്കിപ്പം സ്നഗ്ഗിയൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ക്ലോത്ത് നാപ്പീസ് ആയിരിക്കുമല്ലോ ആദ്യം യൂസ് ചെയ്യുന്നത് കുറേയൊക്കെ. അപ്പം അത് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തന്നെ ഒരു 3 എണ്ണമാണ് ഞാൻ 3 വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പ്രിന്റ്സ് ആണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രിന്റാണ് കേട്ടോ വരുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതിൻ്റെ തന്നെ കുറച്ചും കൂടെ കൂടിയ കുറച്ചും കൂടെ കട്ടിയുള്ള നാപ്പി വരുന്നുണ്ട്. ക്ലോത്ത് നാപ്പി തന്നെയാണ്. നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ബേബിയുടെ ഒരു റോംബർ പോലെ ഒരു ഐറ്റം ആണ്. ഇതും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. ഇതും ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത്. ഒരു എലിഫന്റ് പ്രിന്റ് വരുന്നതാണ്. അത്യാവശ്യം നല്ല നമുക്ക് ബർത്ത് ക്ലോത്ത് ആണ് വരുന്നത്. ഇത് നമുക്ക് പാലൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് പാലൊക്കെ കൊടുത്തിട്ട് നമുക്ക് തട്ടാൻ വേണ്ടിയിട്ട്, കുഞ്ഞിനെ എടുത്ത് തട്ടാൻ വേണ്ടിയിട്ട്, അപ്പൊ എങ്ങാനും പാലൊക്കെ പറ്റാതിരിക്കാനും അതുപോലെ ക്ലീൻ ആക്കാനും പിന്നെ ഫേസ് ക്ലീൻ ചെയ്യുന്ന ടവലായിട്ടും ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇതും മസ്ലിൻ വരുന്ന ക്ലോത്ത് ആണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. നല്ല സോഫ്റ്റ് ആണ്. അതിൻ്റെ തന്നെ കുറേ ഉണ്ട് ഫേസ് ടവൽസും. ഈ ഒരു പ്രിൻ്റൊക്കെ നല്ല പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. കാർ പ്രിൻ്റൊക്കെ വരുന്ന അത്യാവശ്യം കുറേ നല്ല ഐറ്റംസ് അവരുടെ പേജ് വരുന്നുണ്ട്. ഞാൻ അവരുടെ പേജ് താഴെ മെൻഷൻ ചെയ്തിട്ടേക്കാം. പിന്നെ ബേബിയുടെ 2 തൊപ്പി, അതുപോലെ ക്യാപ്പ്, ബേബിയുടെ ക്യാപ്പ്, അതുപോലെ സോക്സ്, മിറ്റൻസ്, അങ്ങനത്തെ 2 ഐറ്റംസ്, പിങ്കും ലൈറ്റ് ബ്ലൂ. ഞാനൊരു 3 ഐറ്റം അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. അത് നമുക്ക് ഓഫറിൽ കിട്ടിയതാണ്. അതെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ അതിൻ്റെയൊക്കെ കുറേ ഓഫറിൽ കിട്ടിയതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടവർ എൻ്റെ പേജ് നമ്മൾ വ്ളോഗായിട്ടാണ് ഇടുന്നത്. ഓരോ വ്ളോഗ് ചെറിയ വ്ളോഗായിട്ടാണ് ഞാൻ ഇടാറ്. അപ്പോൾ ആ വ്ളോഗ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ബേബിക്ക്
വേണ്ടിയിട്ട് ഇത് 3 എണ്ണമായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇതിന്റെ തന്നെ 2 വേറെ ഉണ്ട്. ഹോസ്പിറ്റലിലോട്ട് ഞാൻ ഒരെണ്ണേ കൊണ്ടുവരുന്നുള്ളൂ. മിമ്മിയുടെ വെറ്റ് വൈപ്സ് ആണ്. അത്യാവശ്യം ഓഫർ പ്രൈസിന് കിട്ടിയതാണ് 3 കൂടെ. അപ്പൊ അതും വ്ലോഗ് വീഡിയോസിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഞാൻ ഓരോ ദിവസത്തെയും വ്ലോഗ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ഈ വെറ്റ് വൈപ്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാ ത്രൂ സെർച്ച് ചെയ്താൽ ലിങ്ക് കിട്ടും. അപ്പൊ എൻ്റെ പ്രിയ ഗോപ്സ് എന്നാണ് പേജിന്റെ പേര്. അപ്പം ഇത് ഓഫറിൽ കിട്ടിയാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ബേബിയുടെ ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഇതും 3 പീസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ 1 പീസ് എടുക്കുന്നുള്ളൂ കൊണ്ടുപോകാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട്. അപ്പം ഇതും അത്യാവശ്യം നല്ലതാണ്. ഇതൊരു 3 പീസിന് 230 നമുക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ. 3 പീസിന് 3 കളർ ഓഫ് പീസിന് വെറും 230 മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അല്ല ഇതിന്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഷോർട്ട് വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റിലെ നമുക്ക് റിസീവിംഗ് ടവലാണ് വരുന്നത്. അപ്പൊ ഇത് മസ്ലിന്റെ ഒരു റിസീവിംഗ് ടവലാണ്. ഇത് അത്യാവശ്യം ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പം ഇതൊക്കെ ഇത് മേടിച്ചതിന്റെ പേജിന്റെ ലിങ്കും താഴെ കൊടുത്തേക്കാവേ. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. നല്ല പ്രിന്റും വരുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാവരും മസ്ലിന്റെ ക്ലോത്ത് ആണ് കൂടുതലും മേടിക്കാറ്. അപ്പം ഇത് മസ്ലിന്റെ ഒരു അടിപൊളി പ്രിന്റ് ആണ് റിസീവിംഗ് ടവല്. അതുപോലെ തന്നെ ഇത് നമുക്ക് ബാത്ത് ടവലായിട്ട് യൂസ് ചെയ്യാം, അല്ലെ റിസീവിംഗ് ടവലായിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഇതാണ്. നല്ല പ്രിന്റ് ആണ് വരുന്നത്. ഇതിന്റെ ജിറാഫിന്റെ പ്രിന്റ് ഒക്കെയാ വരുന്നത്. ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് എൻ്റെ ഫസ്റ്റ് ബേബി വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അത് ഞാൻ അങ്ങനെ ഒന്നും കൊണ്ടുപോയിട്ടും ഇല്ല. നമ്മൾ ഓൾറെഡി ഞാൻ കിൻഡറിലായിരുന്നു എൻ്റെ ഡെലിവറി. അപ്പൊ കിൻഡറിൽ അവിടുത്തെ ഇതിൽ നിന്നെല്ലാം മേടിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ എല്ലാം നമുക്കെല്ലാം മേടിച്ച് വെക്കണമല്ലോ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. കുറച്ചായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പൈസയൊക്കെ ഉള്ള പോലെ ഓഫർ പ്രൈസ് എങ്ങനെയാണോ കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ മമ്മി പോക്കോ പാൻസിന്റെ ഒരു അത്യാവശ്യം ഓഫറിൽ കിട്ടിയ സ്പെഷ്യൽ ഓഫർ ആയിരുന്നു കേട്ടോ. 599. ഇതിലും കുറവായിരുന്നു എനിക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിലും കുറവായിരുന്നു എനിക്ക് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോൾ അത്യാവശ്യം 12 hours ലാസ്റ്റിംഗ് ആണെന്നൊക്കെ പറയുന്നത്. അതറിയില്ല. 64 പാൻസ് വരുന്നുണ്ട് ഇതിലും. അപ്പൊ ഇതും കൂടെ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്ര ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് വെക്കാം. അതും കൂടെ വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് അങ്ങ് ക്ലോസ് ആക്കാം. അപ്പൊ ഇത്ര ഐറ്റംസ് നമുക്ക് ബേബിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഐറ്റംസ് ആണ് വരുന്നത്. ഇതും ബേബിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതും നമുക്ക് കാർ സീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കാർ സീറ്റ് മാത്രമല്ല, നമുക്ക് ഇതിപ്പം ഇങ്ങനെ മാറ്റാം. പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കിടത്താൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഇത് നമുക്ക് സൈഡിൽ ഇതൊന്ന് മാറ്റി കൊടുത്താൽ ഇത് താഴോട്ടാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ ചാരി ഇരിക്കാനും ബേബിയെ ഊഞ്ഞാല് പോലെ ഇങ്ങനെ ആട്ടാനൊക്കെ അതൊക്കെ എല്ലാത്തിനും കൂടെ ഒരു 3-4 ഇതുണ്ട് കേട്ടോ, സ്റ്റെപ്പ് ഉണ്ട്. ഇതിന്റെ കാണിച്ചു തരാം. ഞാൻ ഇതിന്റെ മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം. ഷോർട്ട് വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ അയക്കാം. എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്റെയാണ് കേട്ടോ. മോം എഡിക്ഷൻ ആണ്. ബേബി ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകേണ്ട ഐറ്റംസ് ഒക്കെ ഉള്ള ബേബിയുടെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി മോം എഡിക്ഷൻ ആണ്. ഇനി മമ്മിക്ക് എന്തൊക്കെ കൊണ്ടുപോകണം അതൊക്കെ കുറവേ ഉള്ളൂ. കുഞ്ഞിനാണ് കൂടുതൽ ഐറ്റംസ് ഉള്ളത്. അപ്പൊ എനിക്ക് വേണ്ട വാട്ടർ ബോട്ടിലാണിത്. സിപ്പ് ചെയ്യുന്ന ഒരു വാട്ടർ ബോട്ടിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറ്റർണിറ്റി സാനിറ്ററി പാഡ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫീഡിങ് പില്ലോ. അപ്പൊ ഇതെല്ലാവരും പറയുന്നുണ്ട് ഫീഡിങ് പില്ലോ അടിപൊളിയാണെന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഇതെനിക്ക് അത്യാവശ്യം റേറ്റ് കുറഞ്ഞൊരു 300 രൂപ 350 രൂപയ്ക്ക് താഴെ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ വ്ലോഗ് ഫസ്റ്റ് തൊട്ടുള്ള വീഡിയോസിൽ ഓരോ പ്രൊഡക്റ്റിന്റെയും നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, എവിടെയൊക്കെ നിന്ന് ഏതൊക്കെ ഇതിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, അതുപോലെ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, മീഷോയിൽ നിന്ന് അതൊക്കെ മേടിച്ചിട്ടുണ്ട്.
അപ്പം അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഒക്കെ ഓരോ വീഡിയോസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇത് ഫീഡിങ് പില്ലാണ്. ഏകദേശം ഒരു 350 താഴെ നിൽക്കുന്നതാണ്. അത്യാവശ്യം നല്ല ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമേ ഉള്ളൂ. ഓരോരുത്തരുടെ നമുക്ക് വേറെ പേജിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 899 അല്ലെങ്കിൽ 1000 മേളിൽ വരെ ഈ ഒരു പ്രൊഡക്റ്റിന് പോകുന്നുണ്ട് റേറ്റ്. അപ്പം ഇത് എനിക്ക് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് ഓഫറിന് കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനം ഉണ്ട് കേട്ടോ, ഹോസ്പിറ്റൽ ഫയൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്താണെങ്കിലും എടുത്തിരിക്കണം. നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഐഡന്റിറ്റി കാർഡും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ടേ പോകണം. അതുപോലെ തന്നെ നമ്മുടെ ചാർജർ, ഇപ്പം ഞാൻ ചാർജർ എടുത്തു വെച്ചിട്ടില്ല, ഞാൻ ഓൾറെഡി എൻ്റെ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചാർജറും എന്തായാലും കൈ കാണണം. ഇതിനകത്ത് നമ്മുടെ പാൻറ്റീസും അതുപോലെ തന്നെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഞാൻ എനിക്കും ബേബിയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.